അപ്പോൾ പൊറാട്ട കൊണ്ടൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാലോ? എന്നാ വാ, അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ആദ്യം ഇതിന് വേണ്ടത് ഇതാ ഒരു 3-4 നമ്മൾ ബാക്കി വന്ന പൊറാട്ട, അതാണ് ഇവിടെ കാര്യമായിട്ട് എടുക്കുന്ന സാധനം ഇതിന്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല നേന്ത്രപ്പഴം ഒരു 2 എണ്ണം മതി. 2 എണ്ണം ചെറുതായി കട്ട് ചെയ്തത്, നമ്മളെ കായ്പോളക്കൊക്കെ കട്ട് ചെയ്യൂലേ അതേപോലെ ചെറുതായി കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് എൻ്റെ താത്തയായിട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അവൾ നല്ല കുക്ക് ചെയ്യും. അപ്പോൾ അവൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും. നല്ല കേക്കിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് തന്നെ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ അതിപ്പോൾ കുറച്ച് ഗൾഫ് പോക്കൊക്കെ കൂടെ ആയിട്ട് ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിന് വേണ്ടത്, പിന്നെ വേണ്ടത് നമുക്ക് ഒരു 4 മുട്ട, 4 അല്ല 6 കോഴിമുട്ട. 6 കോഴിമുട്ട, അതിക്ക് നമ്മൾ പഞ്ചസാര വേണം, പിന്നെ കുറച്ച് പാലും കൂടെ ചേർക്കാണ്ടിട്ട് ഈ മുട്ട നന്നായിട്ട് നമ്മൾ ഈ പഞ്ചസാര നമ്മൾ മിക്സിയിലടിക്കുമ്പോൾ അതിൽ 2-3 ഏലക്കായും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഏലക്കായും പഞ്ചസാരയും കൂടെയാണ് നമ്മൾ ഈ മുട്ടയിൽ ചേർക്കുന്നത്. അപ്പോൾ നമ്മളെ പൊറോട്ടയൊക്കെ നല്ല ചെറിയ ചെറിയ പീസാക്കി പിച്ചിട്ടിക്കണേ. അതേപോലെ നമ്മുടെ പഴം നന്നായി കട്ട് ചെയ്ത് വെച്ചിക്കണേ. പിന്നെ ഇത് മുട്ട ബീറ്റ് ചെയ്യാണ്. മുട്ടയ്ക്ക് നമ്മൾ പാലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പാലൊരു 1/4 കപ്പ് പാലൊക്കെ മതിയാവും. പിന്നെ അത് കുറച്ചൊരു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചുവട് കട്ടുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ നമ്മൾ ഇവിടെ കുറച്ച് ചൂടാക്കി വെച്ചിരിക്കണം. അതിൽ നെയ്യ് നമ്മൾ സ്പ്രെഡ് ചെയ്യണേ. നെയ്യ് ഒന്ന് ചൂടായി വന്ന് അതിൻ്റെ ശേഷം നമ്മളിതിലേക്ക് നമ്മൾ പാലും മുട്ടയും കൂടെ ചേർത്ത് വെച്ച ആ മിക്സില്ലേ അത് ചേർക്കുക ആദ്യം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൊറാട്ട, അതേപോലെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി വെച്ച പഴം ചേർക്കുക. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് നമ്മളിവിടെ ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നിങ്ങൾ കുറച്ച് തേങ്ങ കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ നമ്മളെ മുട്ടൻ്റെ ഫില്ലിങ് ഇല്ലേ, മുട്ടൻ്റെ മുട്ട അടിച്ച് വെച്ച മുട്ട, അതും കൂടെ കുറച്ചും കൂടെ ചേർക്കുക. അതുപോലെ നമ്മൾ ഈ ചട്ടിപ്പത്തിരിയൊക്കെ ലെയർ ആക്കണ പോലെ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ പഴം ഇടുക, പിന്നെ നമ്മളെ പൊറാട്ട ചേർക്കുക. അങ്ങനെ 2-3 ലെയറാക്കിയിട്ട് ഇതിങ്ങനെ ചേർത്തിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം അത് കുറച്ച് ഫില്ലായിട്ട് വരുമ്പോൾ കുറച്ച് ഉയരത്തിലൊരു കായ്പോള കേക്ക് അല്ലെങ്കിൽ ചട്ടിപ്പത്തിൻ്റെ പോലെയൊക്കെ തന്നെ ഇതായി വരും. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം മിക്സാക്കി കൊടുക്കുക. പിന്നെ കുറച്ചൊരു അണ്ടിപ്പരിപ്പ് നമ്മൾ ചെറിയ പീസാക്കിയതും കുറച്ച് മുന്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മേലെ ലാസ്റ്റ് കുറച്ചും കൂടെ മുട്ടൻ്റെ മിക്സും കൂടെ ചേർത്ത് കുറച്ച് പാലും കൂടെ എന്താ വെച്ചാൽ ഈ പൊറാട്ട കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പാലും കൂടെ ചേർത്തിക്കണം കേട്ടോ. അതൊക്കെ ചേർത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് അടിയിൽ നമ്മൾ ചെറിയ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അലുമിനിയത്തിൻ്റെ ഒരു തട്ട്, എന്താ വെച്ചാൽ ചൂട് നേരിട്ടിട്ട് ചെല്ലണങ്ങാട് നല്ലത് അങ്ങനെയല്ലേ. എന്നിട്ട് പിന്നെ അതൊന്ന് മറിച്ചിട്ട് ശേഷം ഒന്നും കൂടെ നമ്മൾ ചെറിയ പാനിൽ വെച്ചിട്ടൊന്ന് അപ്പുറം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് അത് നമ്മൾ കട്ട് ചെയ്തതാണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണ് നമ്മളെ ചട്ടിപ്പത്തിരി തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും.